Hello friends, Malayali Medicos in the video. Ophthalmology a quick revision. First, optics and refraction. These are important questions. Presbyopia, astigmatism, myopia, hypermetropia, pseudophakia. This presbyopia is old age eyesight. Condition of physiological insufficiency of accommodation leading to progressive fall in near vision. Cause age-related changes in lens. Lensil aging ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചേഞ്ചസ് എന്തൊക്കെ വരാം? Decrease in elasticity of lens capsule, progressive increase in size and hardness of lens substance, age-related decline in ciliary power. അപ്പം ഭയങ്കര സ്ക്ലീറോസിംഗ് ഒക്കെ ആയി, ഹാർഡായി, ലെൻസ് ഭയങ്കര ഹാർഡായി, പിന്നെ ലെൻസിന്റെ എലാസ്റ്റിസിറ്റി ഒക്കെ പോയി, സീലറി മസിലിന്റെ പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതൊക്കെ അതിന്റെ കാരണങ്ങൾ. ഇനി സിംറ്റംസ്. Difficulty in near vision difficulty, പിന്നെ എസ്തനോപിക് സിംറ്റം എന്ന് പറയുമ്പോൾ കണ്ണ് ഭയങ്കര ടയേർഡായി, സീലറി മസിലൊക്കെ ഭയങ്കര ഫാറ്റിക് ആയി, കണ്ണ് ഭയങ്കര ടയേർഡായി. പിന്നെ ഇന്റർമിറ്റന്റ് ഡിപ്ലോപ്പിയ എന്തുകൊണ്ടാ? ഇടയ്ക്കിടയ്ക്കല്ല ഡിപ്ലോപ്പിയ, ഡ്യൂ ടു ഡിസ്റ്റർബ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്കോമഡേഷൻ ആൻഡ് കൺവേർജൻസ്. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോൺവെക്സ് ഗ്ലാസസ് ഫോർ നിയർ വിഷൻ. ഇനി നമുക്ക് അസ്റ്റിഗ്മാറ്റിസം പറയാം. Astigmatism എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് റിഫ്രാക്ടറി പവർ ഇൻ ബോത്ത് പ്രിൻസിപ്പൽ മെറിഡിയൻ ഓർ ആക്സിസ് ഓഫ് ഐ. നമുക്ക് അപ്പം രണ്ട് പ്രിൻസിപ്പൽ മെറിഡിയനിലും റിഫ്രാക്ടറി പവർ ഡിഫറെൻ്റ് ആവുന്നു. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ റെഗുലറും ഉണ്ട്, ഇറഗുലറും ഉണ്ട്. റെഗുലർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ റെഗുലർ എന്ന് പറഞ്ഞാൽ വെൻ ബോത്ത് പ്രിൻസിപ്പൽ മെറിഡിയൻ 90 ഡിഗ്രിയിലാണ്. എന്നാൽ ഇറഗുലർ എന്ന് പറയുമ്പോൾ രണ്ട് പ്രിൻസിപ്പൽ മെറിഡിയനും 90 ഡിഗ്രിയിലല്ല. ഈ റെഗുലർ തന്നെ 3 ടൈപ്പ് ഉണ്ട്. വിത്ത് ദി റൂള്, എഗെയിൻസ്റ്റ് ദി റൂള്, ഒബ്ലിക്. വിത്ത് ദി റൂൾ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ മെറിഡിയൻ ഈസ് മോർ കർവ്ഡ്, എന്നാൽ എഗെയിൻസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ മെറിഡിയൻ ആണ് മോർ കർവ്ഡ്. പിന്നെ ഒബ്ലിക് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ മെറിഡിയനും അതേപോലെ മീൻസ് രണ്ട് മെറിഡിയൻസും 90 ഡിഗ്രി ആണ്, പക്ഷെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ല. അങ്ങനെ. ഇനി റിഫ്രാക്ടറി ടൈപ്പ്. സിമ്പിൾ മയോപ്പിക്, സിമ്പിൾ ഹൈപ്പർമെട്രോപ്പിക്, കോമ്പൗണ്ട് മയോപ്പിക്, കോമ്പൗണ്ട് ഹൈപ്പർമെട്രോപ്പിക്, മിക്സ്ഡ്. സിംറ്റംസ് പറയുമ്പോൾ മെയിൻലി ആസ്തനോപ്പിയ തന്നെയാണ്, എന്നുവെച്ചാൽ ടയേർഡ് ഐസ്, ഫാറ്റിക് ഓഫ് സീലിയറി മസിൽ. പിന്നെ ഹൈ അസ്റ്റിഗ്മാറ്റിസം, പേഷ്യന്റ് ക്യാൻ ഷോ ടിൽറ്റിംഗ് ഓഫ് ഹെഡ്. പിന്നെ പേഷ്യന്റ് കംപ്ലൈന്റ് ഓഫ് ലെറ്റേഴ്സ് റണ്ണിങ് ടുഗദർ അറ്റ് ദി എഡ്ജസ് ആൻഡ് അപ്പിയറിംഗ് ആസ് ഇഫ് ദേ ആർ മെർജ്ഡ്. ഇനി ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എന്നാ സിലിണ്ട്രിക്കൽ ലെൻസ് കൊടുക്കുക. പിന്നെ സർജറി ആയിട്ട് ലേസിക് സർജറി, അസ്റ്റിഗ്മാറ്റിക് ലേസിക് സർജറി, ലിംബൽ റിലാക്സിംഗ് ഇൻസിഷൻസ്, റൂയിസ് പ്രൊസീജിയർ ഫോർ പോസ്റ്റ് കെരാറ്റോപ്ലാസ്റ്റി അസ്റ്റിഗ്മാറ്റിസം. കോണ്ടാക്ട് ലെൻസസ് ടോപ്പിക്. നമുക്ക് സ്റ്റേംസ് കോണോയിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേംസ് കോണോയിഡ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ഓഫ് റേസ് റിഫ്രാക്റ്റഡ് ത്രൂ എ ടോറിക് സർഫേസ്. അതാണ് സ്റ്റേംസ് കോണോയിഡ് എന്ന് പറയുന്നത്. ഇത് മാത്രമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കലുണ്ട്. ഇതിൽ മെയിൻലി ഈ ഗ്രാഫ് നോക്കുക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതും രണ്ട് മെറിഡിയൻസ് കാണാലോ. ഇതിൽ ഇപ്പം എ ബി സി ഡി ഇ എഫ് ജി 6 ഓരോന്നിലും ഇപ്പം എന്നത് എ എന്ന് പറയുന്ന ഇത് വെർട്ടിക്കൽ റേസ് കൺവേർജസ് മോർ ദാൻ ഹൊറിസോണ്ടൽ റേസിനേക്കാളും കൂടുതൽ വെർട്ടിക്കൽ റേസ് കൂടുതലായിട്ട് കൺവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ കൺവേർജ് ചെയ്ത് ലാസ്റ്റ് വെർട്ടിക്കൽ റേസ് ഫോക്കസ് ആയി. ഇതാണ് ഫസ്റ്റ് ഫോക്കസ്. ബിയിലാണ് ഫസ്റ്റ് ഫോക്കസ്. ഹൊറിസോണ്ടൽ റേസ് സ്റ്റിൽ കൺവേർജിങ് ആണ്, പക്ഷെ വെർട്ടിക്കൽ റേസ് ഫോക്കസിലോട്ട് വന്നു. ഇനി സിയിൽ ഹൊറിസോണ്ടൽ ഓവൽ ഷേപ്പ് എന്നാണ് പറയുന്നത്. കാരണം വെർട്ടിക്കൽ റേസ് കൺവേർജ് ചെയ്ത് ഫുൾ ആയില്ലോ ഇവിടെ. ഇനി അത് പയ്യെ ഡൈവേർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെർട്ടിക്കൽ റേസ് ഡൈവേർജ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ കൺവേർജ് ചെയ്യുന്നു. പക്ഷെ ഈ വെർട്ടിക്കൽ റേസിന്റെ ഡൈവേർജിങ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേസിന്റെ കൺവേർജൻസിനേക്കാളും കുറവാണ്. അപ്പോൾ ഹൊറിസോണ്ടലി ഓവൽ. അത് കഴിഞ്ഞ് സർക്കിൾ ആവുന്നു. സർക്കിൾ ആവാൻ കാരണം എന്താ? വെർട്ടിക്കൽ റേസിന്റെ ഡൈവേർജൻസും ഹൊറിസോണ്ടൽ റേസിന്റെ കൺവേർജൻസും ഒരേപോലെ ഈക്വൽ ആവുന്നു. ഇത് കഴിഞ്ഞിട്ട് vertical over divergence of vertical rays is greater than convergence of horizontal ray. In the second focus, the horizontal rays come to focus while vertical rays are divergent. പിന്നെ അതാ ജിയിൽ prolate ellipse, vertical oval എന്നൊക്കെ പറയും. Both horizontal and vertical rays are diverging. ഇനി മയോപ്പിയ എന്ന് പറയുമ്പോൾ പാരലൽ റേസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആർ ഫോക്കസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന. റെറ്റിനയ്ക്ക് മുന്നേ ഫോക്കസ് ആവുന്നു വിത്ത് അക്കോമഡേഷൻ അറ്റ് റെസ്റ്റ്. ഇത് പല ടൈപ്പ് ഉണ്ട്. ആക്സിയൽ മയോപ്പിയ, പൊസിഷണൽ മയോപ്പിയ, കർവേച്ചറിൽ, ഇൻഡെക്സ്, ന്യൂക്ലിയർ സ്ക്ലെറോസിങ്.
ആക്സിയൽ മയോപ്പിയ. പൊസിഷണൽ എന്ന് പറയുമ്പോൾ ആന്റീരിയർ സബ്ലക്സേഷൻ ഓഫ് ലെൻസ് ആണ് അവിടെ വരുന്നത്. പിന്നെ കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്, എന്നാൽ റേഡിയസ് കുറയാണ്. ഇൻഡെക്സ് മയോപ്പിയ റിഫ്രാക്ടറി ഇൻഡെക്സ് കൂടുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ സ്ക്ലിറോസിസ്. ഗ്രേഡിംഗ് പറയുമ്പോൾ ഗ്രേഡ് -3 ഡയോപ്റ്റർ ആവുമ്പോൾ ലോ ആണ്, -3 to -6 ആണെങ്കിൽ മോഡറേറ്റ്, -6 ആവുമ്പോൾ ഹൈ. ഇനി ഇതിൽ തന്നെ സിമ്പിൾ മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ മയോപ്പിയ ആണ്. പിന്നെ കൺജനൈറ്റൽ മയോപ്പിയ എന്ന് വെച്ചാൽ ജനിച്ച ആ സമയത്ത് ബൈ ബർത്ത്. പിന്നെ പാത്തോളജിക്കൽ മയോപ്പിയ, അതാണ് ഡീജനറേറ്റീവ് മയോപ്പിയ. സെക്കൻഡറി അക്വയർഡ് മയോപ്പിയ, ഇതിൽ ഇൻഡെക്സ് മയോപ്പിയ ഉണ്ട്, കാറ്ററാക്ട് ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്. സെക്കൻഡറി മയോപ്പിയ. പിന്നെ കോൺസിക്യൂട്ടീവ് മയോപ്പിയ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മയോപ്പിയ എന്ന് വെച്ചാൽ സൾഫോണമൈഡ്, കൊളിനർജിക്, സ്റ്റിറോയിഡ് അതൊക്കെ വഴിയുള്ളത്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ വിഷൻ പ്യുവർ ആയി, ആസ്തനോപിക് സിംറ്റംസ്, ഹെഡേക്ക്, വാട്ടറിങ്, ഫോട്ടോഫോബിയ, ഫുള്ള് കണ്ണ് മൊത്തം ടയേർഡായി. പിന്നെ ഹാഫ് ഷെഡിങ്. സയൻസ് പറയുമ്പോൾ പ്രൊമിനന്റ് ഐബോൾ ഭയങ്കര പ്രൊമിനന്റ് ആയി നിൽക്കുകയാണ്, ആന്റീരിയർ ചാമ്പർ ഡീപ്പർ ആണ്, പ്യൂപ്പിൾ ലാർജ് ആണ്. ഫണ്ടസ് നോക്കുമ്പോൾ മയോപ്പിക് ക്രസന്റ് കാണാൻ കഴിയും. ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ സൈൻ. ഫ്ലോട്ടേഴ്സ് എന്ന് വെച്ചാൽ വിട്രിയസ് ലിക്വിഫാക്ഷൻ കാരണം നമ്മൾ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ ഒരു ഫ്ലൈ ചെയ്യുന്ന പോലെ ആ ഒരു ഫീല്. പിന്നെ ഒപ്റ്റിക് ഡിസ്ക് പെയിലാണ്, ലാർജ്, റെറ്റിനൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ട്. പിന്നെ പോസ്റ്റീരിയർ സ്റ്റെഫൈലോമ. ഈ കോംപ്ലിക്കേഷൻസ് നോക്കാം. ഇതിൽ മെയിൻ കോംപ്ലിക്കേഷൻ വിട്രിയസ് ഹെമറേജ്, കൊറോയിഡൽ ഹെമറേജ്, റിറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, അതൊക്കെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു ഷോർട്ട് നോട്ടായി ചോദിക്കുന്നതാണ് പാത്തോളജിക്കൽ മയോപ്പിയ. പാത്തോളജിക്കൽ മയോപ്പിയയിൽ മെയിൻലി ചോദിക്കുക ഫണ്ടസ് സൈൻസ് ആണ് ചോദിക്കുക. ഈ ഫണ്ടസ് സൈൻസ് പറയുമ്പോൾ ഇപ്പം എന്നാ പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറയണമെങ്കിൽ എങ്ങനെയാ 6 ഡയോപ്റ്ററിനേക്കാളും കൂടുതൽ ഒന്നുകിൽ പവർ 6 ഡയോപ്റ്ററിനേക്കാളും കൂടുതലാവാം, അല്ലെങ്കിൽ ആക്സിയൽ ലെങ്ത് 26 mm കൂടാം. ഇതിൽ ഓരോ ചേഞ്ചും ഫണ്ടസിലുള്ള ഓരോ ചേഞ്ചും പറയുന്നത്. ഫസ്റ്റ് റെറ്റിന ആണെങ്കിൽ റെഗ്മറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഫോസ്റ്റർ ഫൂക്ക് സ്പോട്സ്, areas of subretinal hemorrhage. പിന്നെ വിട്രിയസ് ഹെമറേജ്, സൂപ്പർ ട്രാക്ഷൻ led to tilted optic disc. പിന്നെ lacquer cracks, fine breaks in Bruch's membrane, posterior cephaloma, bulging of sclera. പിന്നെ ഫണ്ടസിൽ ടെസലേറ്റഡ് or tigroid appearance, temporal myopic crescents. ഇത് മാത്രം ഷോർട്ട് നോട്ടായി ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാ കണ്ടീഷൻ? 6 ഡയോപ്റ്ററിനേക്കാളും കൂടുക, അല്ലെങ്കിൽ ആക്സിയൽ ലെങ്ത് 26 mm കൂടുക. റെറ്റിന റെഗ്മറ്റോജീനസ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഫോസ്റ്റർ ഫൂക്ക് സ്പോട്സ്, വിട്രിയസ് ഹെമറേജ്, സൂപ്പർ ട്രാക്ഷൻ led to tilted optic disc, lacquer cracks, posterior cephaloma, bulging of sclera. Fundus tessellated or tigroid appearance, temporal myopic crescent. കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, വിട്രിയസ് ഹെമറേജ്, കൊറോയിഡൽ ഹെമറേജ്, റിറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്. അതൊക്കെ ഇനി ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം? സ്പെക്ടക്കിൾസ് കൊടുക്കാം, അല്ലെങ്കിൽ കോൺകേവ് സ്പെക്ടക്കിൾസ് ആണല്ലോ കൊടുക്കുക. പിന്നെ കോണ്ടാക്ട് ലെൻസും കൊടുക്കാം. സർജറി ആയിട്ട് റേഡിയൽ കെരാറ്റോട്ടമി. റേഡിയൽ കെരാറ്റോട്ടമി എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റൻ ദി കർവേച്ചർ ഓഫ് കോർണിയയുടെ കർവേച്ചർ ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം അതങ്ങനെ യൂസ് ചെയ്യാറില്ല, മെയിൻലി ലേസർ സർജറീസ് ആണ്. PRK എന്ന് പറയുമ്പോൾ ഫോട്ടോ റിഫ്രാക്റ്റീവ് കെരാറ്റോട്ടമി. അപ്പം അത് നമ്മൾ നോക്കും എങ്ങനെ ഏത് സർജറിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പവർ നോക്കിയിട്ട്. -2 to -6 ഒക്കെ ആണെങ്കിൽ ഓക്കെ, PRK മതി, ഫോട്ടോ റിഫ്രാക്റ്റീവ് കെരാറ്റോട്ടമി മതി. അതിനേക്കാളും കൂടുതൽ പവർ ഒക്കെ ആണെങ്കിൽ ലേസിക് ചെയ്യേണ്ടി വരും. ലേസിക് എന്ന് പറയുമ്പോൾ ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കെരാറ്റോമിലിയോസിസ്. പിന്നെ സ്മൈല്, എല്ലാവർക്കും അറിയണതാണ് സ്മൈൽ എന്നാ സ്മോൾ ഇൻസിഷൻ ലെൻഡിക്യൂൾ എക്സ്ട്രാക്ഷൻ. സ്മൈലിന്റെ വേറൊരു പേരാണ് റിഫ്രാക്റ്റീവ് ലെൻഡിക്യൂൾ എക്സ്ട്രാക്ഷൻ. സംഭവം ലെൻഡിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ചെറിയ പാർട്ട് റിമൂവ് ചെയ്യുമ്പോൾ തിക്നെസ്സും കർവേച്ചറും ഒക്കെ കുറയും. നമ്മൾ കർവേച്ചർ കുറക്കാനാണല്ലോ നോക്കണേ. അപ്പോൾ സ്മൈല് ചെയ്യാം. പിന്നെ PRL, ഫേക്കിക് റിഫ്രാക്റ്റീവ് ലെൻസ്. ഫേക്കിക് റിഫ്രാക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഓഫ് ഇൻട്രാഓക്കുലർ ലെൻസ് ഓവർ നോർമൽ ക്രിസ്റ്റലൈൻ ലെൻസ്. നോർമൽ ക്രിസ്റ്റലൈൻ ലെൻസിന്മേൽ ഇൻട്രാഓക്കുലർ ലെൻസിന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ ഫുക്കാലാസ് ഓപ്പറേഷൻ. ഫുക്കാലാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് ക്ലിയർ ലെൻസ് ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് ഇൻട്രാഓക്കുലർ ലെൻസ്. ഇനി ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ മയോപ്പിയയുടെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ വരും? പാരലൽ റേസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ആർ ഫോക്കസ്ഡ് ബിഹൈൻഡ് ദി റെറ്റിന. ഇറ്റിയോളജീസ് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടല്ലോ, ആക്സിയൽ, കർവേച്ചറിൽ, ഇൻഡെക്സ്, പൊസിഷണൽ, പോസ്റ്റീരിയർ സബ്ലക്സേഷൻ, അഫേക്കിയ, കൺസിക്യൂട്ടീവ്. ഇതിൽ ആക്സിയൽ എന്ന് പറയുമ്പോൾ ആക്സിയൽ ലെങ്ത് ഇവിടെ കുറയല്ലേ ചെയ്യണേ. കർവേച്ചറിൽ എന്ന് പറയുമ്പോൾ കർവേച്ചറും ഇവിടെ കുറയാണ്. ഇൻഡെക്സ് മയോപ്പിയ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണല്ലോ. പൊസിഷണൽ എന്ന് പറഞ്ഞാൽ സബ്ലക്സേഷൻ ഇവിടെ വരുന്നത് പോസ്റ്റീരിയർ സബ്ലക്സേഷൻ. പിന്നെ അഫേക്കിയ, ആബ്സെൻസ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്.
പിന്നെ കോൺസിക്യൂട്ടീവ് ഓവർ കറക്ഷൻ, മയോപ്പിയ ഓവർ കറക്റ്റ് ആയി കഴിഞ്ഞിട്ട് എന്ത് വരാം, ഹൈപ്പർമെട്രോപ്പിയ വരാം. ടൈപ്സ് പറയുമ്പോൾ കൺജനൈറ്റൽ ഉണ്ട്, സിമ്പിൾ ഉണ്ട്, പാത്തോളജിക്കൽ ഉണ്ട്, സെക്കൻഡറി ആയിട്ട് സെനൈല്, പൊസിഷണൽ, അക്വയർഡ്, കോൺസിക്യൂട്ടീവ്, അക്വയർഡ് കർവേച്ചറൽ, അഫേക്യ, ഫങ്ഷണൽ, ഇതൊക്കെ പറയാം. കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ ബൈ ബർത്ത്, സിമ്പിൾ എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ, പാത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ മൈക്രോഫ്താൽമോസും നാനോഫ്താൽമോസും ഒക്കെ വരും. പിന്നെ പാത്തോളജി സെക്കൻഡറി മെയിൻലി 6 ടൈപ്പാണ് പറയുന്നത്. സെനയിൽ തന്നെ ഇൻഡെക്സും ഉണ്ട്, കർവേച്ചറിലും ഉണ്ട്. പിന്നെ പൊസിഷണൽ എന്ന് പറഞ്ഞാൽ സബ്ലക്സേഷൻ ഓഫ് ലെൻസ്, പോസ്റ്റീരിയർ സബ്ലക്സേഷൻ. അക്വയർഡ് എന്ന് പറയുമ്പോൾ സർജിക്കൽ മിസ്റ്റേക്ക് വഴി കാറ്ററാക്ട് സർജറി ഒക്കെ ചെയ്ത് അതിന്റെ സർജിക്കൽ മിസ്റ്റേക്ക് വഴി ഉണ്ടാവുന്നതാണ് അക്വയർഡ്. പിന്നെ കൺസിക്യൂട്ടീവ് എങ്ങനെയാ, ഓവർ കറക്ഷൻ വഴി അങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ അക്വയർഡ് കർവേച്ചറൽ അഫേക്യ, വല്ല ട്രോമയും വഴി. പിന്നെ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ വല്ല അക്കോമഡേറ്റീവ് റിഫ്ലെക്സ് പ്രോബ്ലം ഒക്കെ വഴി അങ്ങനെ ഉണ്ടാവും. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ സിംറ്റംസ് എന്തൊക്കെയാ പറയാം, ആസ്തനോപിക് സിംറ്റംസ് ഉണ്ടാവും, ഡിഫക്റ്റീവ് വിഷൻ വിത്ത് ആസ്തനോപിക് സിംറ്റം, അല്ലെങ്കിൽ ഓൺലി ഡിഫക്റ്റീവ് വിഷൻ, മൂന്നായിട്ട് പറയും സിംറ്റത്തിന്. ആസ്തനോപിക് സിംറ്റം, ഡിഫക്റ്റീവ് വിഷൻ വിത്ത് ആസ്തനോപിക് സിംറ്റം, ഓൺലി ഡിഫക്റ്റീവ് വിഷൻ. സയൻസ് പറയുമ്പോൾ ആന്റിരിയർ ചാമ്പർ ഷാലോ ആണ്, സൈസ് ഓഫ് ഐബോൾ സ്മോൾ ആണ്, കോർണിയ സ്മോൾ ആണ്. റെറ്റിനോസ്കോപ്പിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം, റിഫ്രാക്റ്റീവ് എറേഴ്സ് കാണാം. ഫണ്ടസ് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഒപ്റ്റിക് ഡിസ്ക് കുഞ്ഞിതാണ്, ചെറുതാണ്, സ്മോൾ ആണ്, മോർ വാസ്കുലാർ വിത്ത് ഇൽ ഡിഫൈൻഡ് മാർജിൻസ്, ഷോർട്ട് സിൽക്ക് അപ്പിയറൻസ്. ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, മയോപ്പിയയിൽ നമ്മൾ പറഞ്ഞു 2 to 6 അങ്ങനെയല്ലേ പറഞ്ഞത്. ഇതിൽ -2 ഡയോപ്റ്റർ ആണ് ലോ, +2 to +5 മോഡറേറ്റ്, >5 ഹൈ. കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ബ്ലെഫാരൈറ്റിസ്, ആംബ്ലയോപ്പിയ, കൺവേർജൻസ് സ്ക്വിന്റ്, പ്രൈമറി നാരോ ആംഗിൾ ഗ്ലോക്കോമ. ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്യും, എ സ്കാൻ, അൾട്രാസോണോഗ്രഫി, ഒഫ്താൽമോസ്കോപ്പി, റെറ്റിനോസ്കോപ്പി, ഫണ്ടസ് എക്സാമിനേഷൻ. ഈ ട്രീറ്റ്മെന്റ് കോൺവെക്സ് ലെൻസ്, സ്പെക്ടക്കിൾസ് കൊടുക്കും, പിന്നെ കോണ്ടാക്ട് ലെൻസ് കൊടുക്കാം. സർജിക്കൽ കറക്ഷൻ ബൈ ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കെരാറ്റോമിനോസിസ്. ഇനി അഫേക്യ എന്ന് പറഞ്ഞാൽ എന്താ, ലെൻസ് ഇല്ലാത്തൊരവസ്ഥ. ഐ ഈസ് ഹൈലി ഹൈപ്പർമെട്രോപിക്, ലെൻസ് ഇല്ലല്ലോ. അപ്പം ടോട്ടലി കണ്ണിന്റെ പവർ +60 ആണെങ്കിൽ ലെൻസ് ഇല്ലാത്തത് കാരണം 60 എന്താവും, +44 ആയിട്ട് മാറും. അപ്പൊ അത്രയും കണ്ണ് ഭയങ്കരമായിട്ട് ഹൈപ്പർമെട്രോപിക് ആയി. ടോട്ടൽ പവർ ഓഫ് ഐ ഈസ് റെഡ്യൂസ്ഡ് ഫ്രം +60 to 44 ഡയോപ്റ്റർ. ആബ്സെൻസ് ഓഫ് ലെൻസ് അല്ലേ അഫേക്യ. അപ്പൊ കോസസ് എന്തൊക്കെ പറയാം, കൺജനിറ്റൽ കോസ് പറയാം, സർജിക്കൽ പറയാം, ട്രോമാറ്റിക്, പോസ്റ്റീരിയർ ഡിസ്ലൊക്കേഷൻ ഓഫ് ലെൻസ്, അബ്സോർപ്ഷൻ ഓഫ് ലെൻസ്. ഹൈ ചേഞ്ചസ് പറയുമ്പോൾ കണ്ണിന്റെ പവർ കുറയും, പിന്നെ കാരണം എന്നാ, കണ്ണ് ഭയങ്കരമായിട്ട് ഹൈപ്പർമെട്രോപിക് ആയി. പിന്നെ ലോസ് ഓഫ് അക്കോമഡേഷൻ കുറയും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ സിംറ്റംസ്, ഡിഫക്റ്റീവ് വിഷൻ, ഹൈപ്പർമെട്രോപ്പിയ, എറിത്രോപ്സിയ, കോർണിയൽ സ്കാർ, ആന്റിരിയർ ചാമ്പർ ഡീപ്പായി, ഇറിഡോഡോണസിസ്, പ്യൂപ്പിൾ ജെറ്റ് ബ്ലാക്ക് കളർ. എന്തൊക്കെയാ പറഞ്ഞാൽ ഡിഫക്റ്റീവ് വിഷൻ, ഹൈപ്പർമെട്രോപ്പിയ, എറിത്രോപ്സിയ, സൈനോപ്സിയ എന്ന് പറയുന്നത് യു വി റേഡിയേഷൻ. ഇപ്പം കണ്ണിലോട്ട് യു വി റേഡിയേഷൻ ഒക്കെ വരുമ്പോൾ കണ്ണിന് മൊത്തത്തിൽ ഫിൽട്ടർ ചെയ്യാൻ കഴിയൂല. റെഡിനെയും ബ്ലൂനെയും എക്സസ് ആയിട്ട് കണ്ണിൽ ഇങ്ങനെ വെക്കും, ഫിൽട്ടർ ചെയ്യാതെ. ആ ഒരു ഇതാണ് എറിത്രോപ്സിയ, സൈനോപ്സിയ എന്ന് പറയുന്നത്. പിന്നെ കോർണിയൽ സ്കാർ, ആന്റിരിയർ ചാമ്പർ ഡീപ്പ് ആവുന്നു, ഇറിഡോഡോണസിസ് എന്ന് പറയുന്നത് ഐറിസിൽ ട്രമർ വരുന്ന ആ ഒരു ഇത്. പിന്നെ പ്യൂപ്പിൾ ജെറ്റ് ബ്ലാക്ക് കളർ, ബ്രൗണിഷ് കളർ ആവാം പ്യൂപ്പിൾ. നമുക്ക് ട്രീറ്റ്മെന്റ് പറയുമ്പോൾ സ്പെക്ടക്കിൾസ് കൊടുക്കാം, ഇൻട്രാോക്കുലർ ലെൻസ്, സ്യൂഡോഫേക്കിയ, പിന്നെ കോണ്ടാക്ട് ലെൻസ് കൊടുക്കാം. ഈ ഇൻട്രാോക്കുലർ ലെൻസിന്റെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓവർ കറക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ, കൺസിക്യൂട്ടീവ് മയോപ്പിയയിലൊക്കെ ഇല്ലേ, അതൊക്കെ വരും. നമുക്ക് ഡിസീസ് ഓഫ് കോർണിയ പറയാം. കോർണിയയുടെ ഡിസീസ് എന്തൊക്കെയാ, ബാക്ടീരിയൽ കോർണിയൽ അൾസർ, ഫംഗൽ കോർണിയൽ അൾസർ, വൈറൽ കെരാറ്റൈറ്റിസ്, പിന്നെ കെരാറ്റോകോണസ്, കെരാറ്റോപ്ലാസ്റ്റി, എക്സ്പോഷർ കെരാറ്റോപ്പതി. ഇതില് ബാക്ടീരിയൽ കോർണിയൽ അൾസർ എന്ന് പറയുമ്പോൾ എന്നാ, കോർണിയൽ അൾസർ അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഫസ്റ്റ് ബാക്ടീരിയൽ കോർണിയൽ അൾസർ പറയാം. കോർണിയൽ അൾസർ എന്ന് പറയുമ്പോൾ അബ്രേഷനും കെരാറ്റൈറ്റിസും രണ്ടും കൂടെ കൂടിയത്, അബ്രേഷനും ഉണ്ടാവും കെരാറ്റൈറ്റിസും ഉണ്ടാവും. കോർണിയ ഇൻഫ്ലെയിമും ആയിട്ടുണ്ടാവും, അബ്രേഷനും ഉണ്ടാവും. അൾസർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എപ്പിത്തീലിയം എന്നല്ല. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് കോർണിയൽ എപ്പിത്തീലിയം വിത്ത് സെല്ലുലാർ ഇൻഫിൽട്രേഷൻ ആൻഡ് നെക്രോസിസ് ഓഫ് അണ്ടർലൈങ് ലെയേഴ്സ്. മോസ്റ്റ് കോമൺ വേൾഡില് ബാക്ടീരിയൽ കോർണിയൽ അൾസർ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് എന്ത് വഴിയാ, സ്റ്റാഫ് ഓറിയസ് വഴി. ഇന്ത്യയിലാണെങ്കിൽ ന്യൂമോകോക്കസ് വഴി. പിന്നെ കോണ്ടാക്ട് ലെൻസ് യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്യൂഡോമോണാസ് ആയിരിക്കും മെയിൻ കാരണക്കാരൻ. പിന്നെ നൊക്കാഡിയയുടെ നമ്മൾ പറയേണ്ടത് റീത്ത് ഷേപ്ഡ് അൾസർ ആണ് നൊക്കാഡിയയുടെ. കോണ്ടാക്ട് ലെൻസ് യൂസേഴ്സ് നമ്മൾ പറഞ്ഞു സ്യൂഡോമോണാസ് ആണ്. അപ്പോൾ കണ്ണുകൂടെ ഒരു ഗ്രീനിഷ് കളറിലുള്ള
ഡിസ്ചാർജ് എങ്ങനെ ഗ്രീനിഷ് ആയിരിക്കും. നമ്മൾ ഇതിന്റെ സ്റ്റേജ് ഇത് കോർണിയൽ അൾസറിന്റെ സ്റ്റേജ് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സോസർ ഷേപ്പ്ഡ് അൾസർ. ഇവിടെ കാണാം 4 സ്റ്റേജിലായിട്ടാണ് പറയുന്നത് കോർണിയൽ അൾസർ. ഇനീഷ്യൽ സ്റ്റേജിൽ സോസർ ഷേപ്പ്ഡ് അൾസർ ആണ്, വിത്ത് ഓവർ ഹാങ്ങിങ് മാർജിൻസ്. കോർണിയൽ അബ്രേഷൻസ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അബ്രേഷൻ വന്നു ഇനീഷ്യൽ സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് പ്രോഗ്രസീവ് സ്റ്റേജ്. പ്രോഗ്രസീവ് സ്റ്റേജിൽ എന്താ, ഇൻഫിൽട്രേഷൻ ഓഫ് പോളിമോർഫോ ന്യൂട്രോഫിൽസിന്റെ ഇൻഫിൽട്രേഷൻ. അപ്പം പസ് അവിടെ ഇങ്ങനെ ഉണ്ടാവില്ല, ഹൈപ്പോഫിയോൺ ഉണ്ടാവും. പിന്നെ അതേപോലെ കെരാറ്റോയുവിയൈറ്റിസ്. ഹൈപ്പോഫിയോൺ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, ലിക്വിഡ് പോലത്തെ പസ്സാണ്. വെച്ചാൽ മൊബൈലാണ് പസ്, സ്റ്റെറൈലാണ് പസ്. കോർണിയൽ അൾസർ. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ്, ഇതാണ് റിഗ്രസീവ് സ്റ്റേജ്. ഇവിടെ നമുക്ക് കാണാം കുറച്ചും കൂടി ഫ്ലോറും എഡ്ജൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഈ റിഗ്രസീവ് സ്റ്റേജിൽ. വാസ്കുലറൈസേഷനും പ്രസന്റ് ആണ്. ഇനി 4ാമത്തെ സ്റ്റേജ് എന്നാ, ഇത് കഴിഞ്ഞു എന്നുവെച്ചാൽ പെർമനന്റ് ഇവിടെ സ്കാർ, സെസാട്രൈസേഷൻ. സ്കാർ ഉണ്ടാവും, എന്താ വിഷ്വൽ ലോസ് ഉണ്ടാവും. അപ്പം 4 സ്റ്റേജ്, ഇനീഷ്യൽ സ്റ്റേജ്, പ്രോഗ്രസീവ്, റിഗ്രസീവ്, സ്കാർ. സിസാട്രൈസേഷൻ. സ്കാർ ഫോം ചെയ്യുമ്പോൾ പെർമനന്റ് വിഷ്വൽ ലോസ് ഉണ്ടാവും. ഇനി കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്നാ, കോർണിയക്ക് പെർഫറേഷൻ വരാം, ഡെസ്മെറ്റോസീല്, പിന്നെ ആന്റീരിയർ സ്റ്റെഫിലോമ, എക്ടാറ്റിക് സിസാട്രിസ്റ്റ്. ഇതില് കോർണിയൽ പെർഫറേഷൻ എന്ന് പറയുമ്പോൾ എന്നാ, കോർണിയക്ക് പെർഫറേഷൻ വന്നു. അപ്പം അതുവഴി എന്തുണ്ടാവാം, അക്വസ് ലീക്ക് ഔട്ട് ആവാം. പുറത്തോട്ട് ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അതുവഴി IOP കുറയുകയും ചെയ്യാം. അപ്പം അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അങ്ങനെ പറയാം. കോർണിയൽ പെർഫറേഷൻ വഴി എന്തുണ്ടാവാം, അക്വസ് ലീക്ക് ഔട്ട് ആയി IOP കുറയാം, ഐറിസ് പുറത്തോട്ട് പ്രൊലാപ്സ് ചെയ്ത് വരാം. അതൊക്കെ അതിൽ പറയാം. ഇനി ഡെസിമെറ്റോസീൽ എന്ന് പറയുമ്പോൾ ഡെസിമെറ്റ്സ് മെംബ്രെയിൻ ഹെർണിയേറ്റ്സ് ടു കോർണിയൽ അൾസറിലൂടെ ഡെസിമെറ്റ്സ് മെംബ്രെയിൻ ഹെർണിയേറ്റ് ചെയ്തു വരുന്നു. അത് കഴിഞ്ഞ് ആന്റീരിയർ സ്റ്റെഫൈലോമ എന്ന് പറയുമ്പോൾ ബൾജിങ് ഓഫ് കോർണിയ ഡ്യൂ ടു ഇതിങ്ങനെ ഭയങ്കരമായിട്ട് തിന്നാവല്ല, അത് കാരണം ആ ഒരു ഐറിസ് ടിഷ്യൂന്റെ അതിൽ കൂടെ കോർണിയ ബൾജായി വരുന്നതാണ് ആന്റീരിയർ സ്റ്റെഫൈലോമ. പിന്നെ എക്ടാറ്റിക് സിസാട്രിക്സ് എന്ന് പറഞ്ഞാൽ സംഭവം എന്നതാണ്, ഈ കോർണിയയുടെ ബൾജിങ്, തിന്നിങ് ബൾജിങ്, അതിനാണ് എക്ടാറ്റിക് സിസാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെന്റ്, നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, സ്ക്രേപ്പിങ്സ്, ഗ്രാം സ്റ്റെയിന്, കൾച്ചർ, അതൊക്കെ എടുത്ത് മാനേജ് ചെയ്യും. പിന്നെ ആഫ്റ്റർ ഈ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ അൾസർ ബേസിൽ നിന്ന് സ്ക്രേപ്പിംഗ് എടുത്തു. എന്നിട്ട് ആ സ്ക്രേപ്പിങ്ങിനെ നമ്മൾ ഇവർക്ക് എന്താ പറയാ, പാത്തോളജിക്കാർക്ക് കൊടുത്തു. അവരെന്ത് ചെയ്യും, ഇത് ഗ്രാം സ്റ്റെയിനും കൾച്ചർ മൈക്രോബയോളജിക്കാർക്ക് കൊടുത്തു. അപ്പോൾ അവർ ഗ്രാം സ്റ്റെയിനിങ്ങും കൾച്ചറൊക്കെ ചെയ്തു. അങ്ങനെ ഇതിന്റെ ഒരു റിപ്പോർട്ട് വരുമല്ലോ, റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യുക. എങ്ങനെ ഫോർട്ടിഫൈഡ് സെഫസോലിനും ഫോർട്ടിഫൈഡ് ടോബ്രമൈസിനും ഒക്കെ കൊടുക്കും. പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് അട്രോപ്പിൻ ഐ ഡ്രോപ്സും കൊടുക്കും. ഓക്കെ, ഫംഗൽ കോർണിയൽ അൾസറിന്റെ മോസ്റ്റ് കോമൺ കോസ് ആസ്പെർജില്ലസ് ആണ്. പേഷ്യന്റ് എങ്ങനെ വരാം, വിത്ത് കംപ്ലൈന്റ് ഓഫ് ട്രോമ വിത്ത് വെജിറ്റേറ്റീവ് മെറ്റീരിയൽ. ഇവർക്ക് സൈൻസ് ആണ് സിംറ്റത്തിനേക്കാളും കൂടുതലുള്ളത്. സിംറ്റംസ് പറയുമ്പോൾ പെയിന്, റെഡ്നെസ്, ബ്ലഡ് വിഷൻ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ഐ ഡിസ്ചാർജ്. സയൻസ് എന്തൊക്കെയാ, സയൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു. ഡ്രൈ ലുക്കിംഗ്, അൾസർ നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ലുക്കിംഗ് ആണ്. ഫെദറി മാർജിൻസ് ആണ്, അൾസറിന്റെ മാർജിനൊക്കെ ഭയങ്കര ഫെദറി ആണ്. സാറ്റലൈറ്റ് ലീഷൻസ് ഉണ്ടാവും. വെസ്ലി ഇമ്മ്യൂൺ റിങ്, ഹൈപ്പോപ്പിയോൺ. എന്തൊക്കെയാ സയൻസ്, ഡ്രൈ ലുക്കിംഗ് അൾസർ, ഫെദറി മാർജിൻസ് ഓഫ് അൾസർ, സാറ്റലൈറ്റ് ലീഷൻസ്, വെസ്ലി ഇമ്മ്യൂൺ റിങ്, ഹൈപ്പോപ്പിയോൺ. ഇനി ട്രീറ്റ്മെന്റ്, ആന്റി ഫംഗൽസ്, നെറ്റാമൈസിൻ, ആംഫോറ്റെറിസിൻ ബി, അട്രോപ്പിൻ നമ്മൾ സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് കൊടുക്കും. ആന്റി ഫംഗൽസ് ആയിട്ട് നെറ്റാമൈസിനും ആംഫോറ്റെറിസിൻ ബിയും കൊടുക്കും. ഓക്കെ, അക്കാൻഡമീബ കെരാറ്റൈറ്റിസ് തന്നെ കോസ്ഡ് ബൈ അക്കാൻഡമീബ വഴിയാണ് കോസ് ചെയ്യുന്നത്. പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. റിസ്ക് ഫാക്ടേഴ്സ് കോണ്ടാക്ട് ലെൻസ് യൂസേഴ്സിനും അതേപോലെ സ്വിമ്മിംഗ് പൂളും. കോണ്ടാക്ട് ലെൻസ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ലെൻസ് കഴുകണു, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ടേപ്പ് വാട്ടർ വെച്ച് കഴുകണു. നമുക്ക് പറയാം കോണ്ടാക്ട് ലെൻസിന്റെ ആ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് കണ്ടാമിനേറ്റ് ആയിപ്പോയി. അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നവർക്കൊക്കെ എന്തുണ്ടാവാം, അക്കാൻഡമീബ കെരാറ്റൈറ്റിസ് ഉണ്ടാക്കാം, കോസ്ഡ് ബൈ അക്കാൻഡമീബ. പിന്നെ സിംറ്റംസ്, ഇവർക്ക് ഇതിൽ നമ്മൾ പറയേണ്ട സിംറ്റംസ് ആണ് സയൻസിനേക്കാളും കൂടുതൽ. ഫംഗൽ കോർണിയൽ അൾസറിൽ നമ്മൾ പറഞ്ഞു സയൻസ് ആണ് ഏറ്റവും കൂടുതൽ, ഇതിൽ സിംറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ. സിംറ്റംസ് എന്തൊക്കെയാ, ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും, റെഡ്നെസ്, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, ഐ ഡിസ്ചാർജ്. സയൻസ് റിംഗ് ആബ്സസ്, റേഡിയൽ കെരാറ്റോന്യൂറൈറ്റിസ്, സ്യൂഡോഡെൻഡ്രൈറ്റിക് കെരാറ്റൈറ്റിസ്. ആബ്സസ് ഉണ്ടാവും, റിംഗ് ആബ്സസ്. പിന്നെ റേഡിയൽ കെരാറ്റോന്യൂറൈറ്റിസ്, സ്യൂഡോഡെൻഡ്രൈറ്റിക് കെരാറ്റൈറ്റിസ്. ഡയഗ്നോസിസ് പറയുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ് വഴി നോക്കുമ്പോൾ നമ്മൾ എന്ത് വേണം, ഡബിൾ വാൾഡ് അക്കാൻഡമീബ സിസ്റ്റ് വേണം. കൾച്ചർ മീഡിയ വഴി നോക്കും. പിന്നെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് പോളിഹെക്സാമിഥിലിൻ ബൈഗ്വാനൈഡും ക്ലോർഹെക്സിഡിനും ആണ് മെയിൻ ഡ്രഗ്സ്. ഇവർ മെംബ്രെയിൻ സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യും.
അപ്പോൾ അതുവഴി മെംബ്രെയിൻ പൊട്ടിപ്പോയാൽ എന്താവും, അക്കാന്തമീബ മരിച്ചു പോകും. അപ്പോൾ പോളിഹെക്സാമിഥിലിൻ ബൈഗ്വാനൈഡ് ക്ലോറോഹെക്സിഡിൻ ഇറ്റ് ഇൻഹിബിറ്റ് മെംബ്രെയിൻ സിന്തസിസ്. പിന്നെ പ്രൊപ്പമൈഡ് ഇൻഹിബിറ്റ് DNA സിന്തസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ് പ്രൊപ്പമൈഡ്. ഇനി വൈറൽ കെരാറ്റൈറ്റിസ് ഓൾസോ നോൺ ആസ് HSV കെരാറ്റൈറ്റിസ്, ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് കെരാറ്റൈറ്റിസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എപ്പിത്തീലിയൽ ലീഷൻസ് ഉണ്ട്, സ്ട്രോമൽ ലീഷൻസ് ഉണ്ട്, എൻഡോത്തീലിയൽ ലീഷൻസും ഉണ്ട്. HSVയുടെ പ്രൈമറി ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ കൺജങ്ക്റ്റിവൈറ്റിസിനെ പറയുള്ളൂ. പക്ഷെ പിന്നെ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ കെരാറ്റൈറ്റിസ് എന്ന് പറയാം. അപ്പോൾ മെയിൻലി 3 എപ്പിത്തീലിയൽ ലീഷൻ, സ്ട്രോമൽ ലീഷൻ, എൻഡോത്തീലിയൽ ലീഷൻ. എപ്പിത്തീലിയൽ ലീഷൻ എന്ന് പറയുമ്പോൾ അതിലെന്നാ 3 ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. സൂപ്പർഫിഷ്യൽ പങ്ക്ചർ എന്ന് വെച്ചാൽ ഡോട്ട് ലൈക്ക് കെരാറ്റൈറ്റിസ്, ഡെൻഡ്രൈറ്റിക് അൾസർ വിത്ത് ടെർമിനൽ ബഡ്, ജിയോഗ്രഫിക് അൾസർ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വൈറൽ ആണല്ലോ, അപ്പോൾ അസൈക്ലോവിർ ഓയിൻമെൻറ്റ് കൊടുക്കും. ഇതിൽ സ്റ്റിറോയിഡ് കൊടുക്കില്ല, സ്റ്റിറോയിഡ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇനി സ്ട്രോമൽ എന്ന് പറയുമ്പോൾ സ്ട്രോമൽ കെരാറ്റൈറ്റിസിൽ ഇമ്മ്യൂണും ഉണ്ട്, നെക്രോട്ടൈസിങ്ങും ഉണ്ട്. ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അസൈക്ലോവിറും കൊടുക്കും, സ്ട്രോമലിലാവുമ്പോൾ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സും കൊടുക്കും. ഇനി എൻഡോത്തീലിയൽ ഡിസ്കിഫോം കെരാറ്റൈറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുമ്പോൾ ഫോറിൻ ബോഡി സെൻസേഷൻ, അതുപോലെ ലാക്രിമേഷൻ, ഫോട്ടോഫോബിയ, കൺജങ്ക്റ്റീവൽ ഹൈപ്പറീമിയ, ഇതൊക്കെയാണ് മെയിൻ സൈൻസ്. എന്തോ ഒരു ഫോറിൻ ബോഡി ഉള്ള പോലെ ഒരു ഫീല്, പിന്നെ ലാക്രിമേഷൻ ഉണ്ടാവും, ഫോട്ടോഫോബിയ, കൺജങ്ക്റ്റീവൽ ഹൈപ്പറീമിയ. കോംപ്ലിക്കേഷൻസ് ഒപ്പാസിഫിക്കേഷൻ, പെർമനന്റ് സ്കാറിങ്, അൾസറേഷൻ, ഡിക്രീസ്ഡ് വിഷൻ കുറഞ്ഞു, അൾസറേഷൻ ഉണ്ട്, പെർമനന്റ് സ്കാറിങ് ഉണ്ട്, ഒപ്പാസിഫിക്കേഷൻ ഉണ്ട്. ഇനി കെരാറ്റോകോണസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കെരാറ്റോകോണസ് യൂഷ്വലി ബൈലാറ്ററൽ ആയിട്ട് കാണില്ല, എന്ന് വെച്ചാൽ 2 കണ്ണിനും ഉണ്ടാവലുണ്ട്. ക്യാരക്ടറിസ്റ്റിക് തിന്നിങ് ആൻഡ് കോൺ ലൈക്ക് സ്റ്റീപ്പനിങ് ഓഫ് കോർണിയ. പ്രോഗ്രസീവ് നോൺ ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. കോസ് പറയുമ്പോൾ ഐ റബ്ബിങ്, അലർജി, ട്രോമ, പിന്നെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരാം, ഫാമിലി ഹിസ്റ്ററി, ഡൗൺ സിൻഡ്രോം, അങ്ങനെ വല്ല ഇതും. പിന്നെ ചേഞ്ചിങ് അസ്റ്റിഗ്മാറ്റിസം. സിംറ്റംസ് പറയുമ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിന്, ഗോസ്റ്റ് ഇമേജ്, ഫ്രീക്വൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ചേഞ്ച്, ഡബിൾ വിഷൻ, ഗ്ലെയർ, പ്യുവർ നൈറ്റ് വിഷൻ. നമ്മൾ ഫ്രീക്വൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ചേഞ്ച് എന്ന് കാണുമ്പോഴേക്കും ഓക്കെ കെരാറ്റോകോണസ് ആണ് മനസ്സിലാക്കണം. ഫ്രീക്വൻറ്റ് പ്രിസ്ക്രിപ്ഷൻ ചേഞ്ച്, ഗോസ്റ്റ് ഇമേജ്, ഐ സ്ട്രെയിന്, ലൈറ്റ് സ്ട്രീക്സ്, ഡബിൾ വിഷൻ, ഹാലോസ്, ലൈറ്റ് സെൻസിറ്റിവിറ്റി, ഗ്ലെയർ, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഐ റബ്ബിങ് കാരണമാണ് മെയിൻലി. അപ്പം ഇതിലുള്ള ബാക്കിയുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, പിന്നെ സ്ട്രോമൽ തിന്നിങ് ഇൻഫീരിയറിന് സെൻറ്ററിലോട്ടാണ് തിന്നിങ് വരുന്നത്. പിന്നെ മൺസൺ സൈനും റിസൂട്ടി സൈനും. മൺസൺ സൈൻ എന്ന് പറയുമ്പോൾ ബൾജിങ് ഓഫ് ലോവർ ഐലിഡ് ഓൺ ഡൗൺ കേസ്, താഴോട്ടേക്ക് നോക്കുമ്പോൾ ലോവർ ഐലിഡ് ബൾജ് ആവണം, അതാണ് മൺസൺ സൈൻ. പിന്നെ റിസൂട്ടി സൈൻ എന്ന് പറയുമ്പോൾ ലൈറ്റിനെ കാണുന്നത് ആലോചിച്ചാൽ മതി. ജസ്റ്റ് നാസൽ ലിംബസിന്റെ അവിടെ ലൈറ്റ് ഫോം ചെയ്യുന്നത്, ആരോ ഹെഡ് പാറ്റേൺ ഓഫ് ലൈറ്റ് ഫോംഡ് ഓവർ നാസൽ ലിംബസ്. പിന്നെ നമ്മൾ റെറ്റിനോസ്കോപ്പിയിലൂടെ നോക്കുമ്പോൾ സിസറിംഗ് റിഫ്ലക്സ് കാണാൻ കഴിയും. ഒഫ്താൽമോസ്കോപ്പിയിലൂടെ നോക്കുമ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റ് റിഫ്ലക്സ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി. O ഫോർ ഓയിൽ, OO. ഒഫ്താൽമോസ്കോപ്പിയിലൂടെ ഓയിൽ ഡ്രോപ്ലെറ്റ് റിഫ്ലക്സ്. പിന്നെ R കഴിഞ്ഞാൽ S ആണല്ലോ, RST അങ്ങനെയല്ല. അപ്പം റെറ്റിനോസ്കോപ്പിയിലൂടെ സിസറിംഗ് റിഫ്ലക്സും. ട്രീറ്റ്മെന്റ് ആയിട്ട് റിജിഡ് കോണ്ടാക്ട് ലെൻസ്, പിന്നെ അതുപോലെ കെരാറ്റോപ്ലാസ്റ്റി. ഹോളോകോംബ് C3R പറയുന്നുണ്ട്. ഈ ഹോളോകോംബ് C3R ക്രോസ് ലിങ്കിങ് ആണ്, കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിങ് യൂസിങ് റിബോഫ്ലാവിൻ ആൻഡ് UVA റേഡിയേഷൻ. ഇനി ഇന്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസ്. ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുമ്പോൾ തന്നെ പാരൻകൈമ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസിന്റെ വേറെ പേരാണ് പാരൻകൈമാറ്റസ് കെരാറ്റൈറ്റിസ്. ഇത് ക്രോണിക് ആണ്, നോൺ അൾസറേറ്റീവ് ആണ്. ഇൻഫ്ലമേഷൻ ഓൺലി ഇൻ മിഡ് കോർണിയൽ സ്ട്രോമയിൽ മാത്രമാണ് ഇൻഫ്ലമേഷൻ ഉള്ളത്. കോസ് പറയുമ്പോൾ TB, കൺജനിറ്റൽ സിഫിലിസ്, ട്രിപ്പനോസോമിയാസിസ്, കോഗൻ സിൻഡ്രോം, സാർക്കോയിഡോസിസ്. സിംറ്റംസ് ഫോട്ടോഫോബിയ, ലാക്രിമേഷൻ, ബ്ലഡ് വിഷൻ, പെയിന്. ഹച്ചിൻസൺ ട്രയാഡ് പറയുന്നുണ്ട്. ഈ ഹച്ചിൻസൺ ട്രയാഡ് നമ്മുടെ കൺജനിറ്റൽ സിഫിലിസ് ഇല്ലേ അതിലുള്ളതാ. കൺജനിറ്റൽ സിഫിലിസിനും എന്തുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസ് ഉണ്ടാവും. അപ്പം കൺജനിറ്റൽ സിഫിലിസിന്റെ ട്രയാഡാണ് ഹച്ചിൻസൺ ട്രയാഡ്. അതിൽ ഇന്റർസ്റ്റീഷ്യൽ കെരാറ്റൈറ്റിസ്, ഡെഫ്നെസ്, മാൽഫോംഡ് ടീത്ത്. ഇനി DD ആയിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് എന്തൊക്കെ പറയാം? കെരാറ്റൈറ്റിസ്, ഹെർപ്പിസ് സിംപ്ലക്സ്, പിന്നെ എപ്പിസ്ക്ലിറൈറ്റിസ്, അതൊക്കെ നമുക്ക് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട് പറയാം. ഇനി കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അപ്പോൾ കെരാറ്റോ എന്ന് പറഞ്ഞാൽ കോർണിയ എന്നല്ല, അപ്പോൾ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ 2 ടൈപ്പ് ഉണ്ട്. പെനിട്രേറ്റിംഗ് ഉണ്ട്, ലാമെല്ലാറും ഉണ്ട്. പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ തിക്നെസ്സിന് എടുത്ത് മാറ്റുന്നതാണ് പെനിട്രേറ്റിംഗ്. ഇൻഡിക്കേറ്റഡ് ഇൻ PBK, സ്യൂഡോഫേക്കിക് ബുള്ളസ് കെരാറ്റോപ്പതിയിലാണ് പെനിട്രേറ്റിംഗ് കെരാറ്റോപ്പതി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്.
pseudophakic bullous keratopathy. Removal from epithelium to endothelium. All 5 layers ആണ് റിമൂവ് ആക്കുന്നത്. ഇനി ലാമെല്ലാർ കെരാറ്റോപ്പതി. ലാമെല്ലാർ എന്ന് പറയുമ്പോൾ പാർഷ്യൽ തിക്നെസ് ആണ്, ഫുൾ തിക്നെസ് അല്ല, പാർഷ്യൽ തിക്നെസ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ഡെസ്കും ഉണ്ട് ഡാൽക്കും ഉണ്ട്. ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഡെസിമെറ്റ്സ് എൻഡോതീലിയൽ സ്ട്രിപ്പിംഗ് കെരാറ്റോപ്പതി. ഡാൽക്ക് എന്ന് പറയുന്നത് ഡീപ്പ് ആന്റീരിയർ ലാമെല്ലാർ കെരാറ്റോപ്പതി. ഡെസിമെറ്റ്സ് എൻഡോതീലിയൽ സ്ട്രിപ്പിംഗ് കെരാറ്റോപ്പതി, ഡീപ്പ് ആന്റീരിയർ ലാമെല്ലാർ കെരാറ്റോപ്പതി. ഇതിൽ ഡീപ്പ് ആന്റീരിയർ ലാമെല്ലാർ കെരാറ്റോപ്പതി, ഡീപ്പ് ആന്റീരിയർ ആയിട്ടുള്ള 3 ലെയേഴ്സിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡീപ്പ് ആന്റീരിയർ ലാമെല്ലാർ കെരാറ്റോപ്പതി. ഇൻഡിക്കേറ്റഡ് ഇൻ കെരാറ്റോകോണസ് വിത്ത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന് പറയുന്നത്. ഡെസ്ക് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓൺലി എൻഡോതീലിയം ആൻഡ് ഡെസിമെറ്റ്സ് മെംബ്രെയിൻ. പോസ്റ്റീരിയർ 2 ലെയേഴ്സിനെ മാത്രമേ ഡെസ്കിൽ റിമൂവ് ആക്കുള്ളൂ. ഈ പ്രൊസീജിയർ പറയുമ്പോൾ ആദ്യം ഹോസ്റ്റ് കോർണിയ കട്ട് ചെയ്യും, എന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യും ഗ്രാഫ്റ്റിന്റെ കോർണിയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 0.25 mm ലാർജർ ആയിരിക്കണം. ഹോസ്റ്റിന്റെ ഓപ്പണിങ്ങിനേക്കാളും 0.25 ലാർജർ ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് കോർണിയയുടെ ആ ഒരു ഇംപ്ലാന്റ് ചെയ്യേണ്ട കോർണിയയുടെ സൈസ്. പിന്നെ ഗ്രാഫ്റ്റ് റിജക്ഷൻ വരാം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എൻഡോതീലിയൽ റിജക്ഷൻ ആണ്. പിന്നെ നമ്മൾ എങ്ങനെ ഈ കോർണിയനെ സ്റ്റോർ ചെയ്യും? സ്റ്റോറേജ് മീഡിയ ഷോർട്ട് ടേമും ഉണ്ട് ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2 ഡേ സ്റ്റോർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 4 ഡിഗ്രി സെൽഷ്യസ് മോയിസ്റ്റ് ചാമ്പറിൽ വെച്ചാൽ മതി. എന്നാൽ 2 to 3 ഡേ വേണമെങ്കിൽ മെക്കാരി കോഫ്മാൻ മീഡിയം വെക്കണം. ഈ ലോങ് ടേം സ്റ്റോറേജ് ആണ്, അപ് ടു 35 ഡേയ്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്രയോ പ്രിസർവേഷൻ -70 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി എക്സ്പോഷർ കെരാറ്റോപ്പതി. എക്സ്പോഷർ കെരാറ്റോപ്പതി ഓൾസോ നോൺ ആസ് എക്സ്പോഷർ കെരാറ്റൈറ്റിസ്. ഡാമേജ് ടു കോർണിയ ഡ്യൂ ടു ഡ്രൈനസ് കോസ്ഡ് ബൈ ഇൻകംപ്ലീറ്റ് ഐലിഡ് ക്ലോഷർ. വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ അയാൾക്ക് കണ്ണ് പൂട്ടാൻ കഴിയുന്നില്ല, ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുവഴി കണ്ണിങ്ങനെ കുറേ നേരം തുറന്നു വെക്കുമ്പോൾ അതിങ്ങനെ എക്സ്പോസ് ആവുമല്ലേ. ഇങ്ങനെ കുറേ നേരം എക്സ്പോസ് ആയപ്പോൾ ഈ ബ്ലിങ്കിങ് മെക്കാനിസം അയാൾക്ക് ലോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം കണ്ടീഷൻ ഓഫ് എക്സ്പോഷർ കെരാറ്റോപ്പതി ഉണ്ടാവും. എന്ന് വെച്ചാൽ കോർണിയ ഭയങ്കര ഡ്രൈ ആയി ലാസ്റ്റ് എപ്പിത്തീലിയൊക്കെ കാസ്റ്റ് ഓഫ് ആയി പുറത്തോട്ട് പോയി അതുവഴി ഇൻഫെക്റ്റീവ് ഓർഗാനിസം ഇൻവേസ് ആവുന്നു. അതാ സംഭവം. അപ്പം എക്സ്പോഷർ കെരാറ്റൈറ്റിസ്, ഡാമേജ് ടു കോർണിയ ഡ്യൂ ടു ഡ്രൈനസ് കോസ്ഡ് ബൈ ഇൻകംപ്ലീറ്റ് ഓർ ഇൻഅഡക്വേറ്റ് eyelid closure resulting in loss or insufficiency of tear film. When eyes are covered insufficiently, loss of blinking mechanism, condition of exposure keratopathy. Causes എന്തൊക്കെയാ? എക്ട്രോപ്പിയോണ്, സിംപ്ലഫാരോണ്, എക്സ്ട്രീം പ്രോപ്റ്റോസിസ്, ബെൽസ് പാൽസി, ഡീപ്പ് കോമ, ഫിസിയോളജിക്കൽ ലാഗ് ഓഫ് താൽമോസ്. ഇപ്പൊ ഡീപ്പ് കോമയിലുള്ള ആളൊക്കെ ആണെങ്കിൽ അയാൾക്ക് കണ്ണ് തുറന്നു വെച്ചാൽ പിന്നെ പൂട്ടാൻ കഴിയില്ലല്ലോ. സിംപ്ലഫാരോൺ, എക്ട്രോപ്പിയോൺ, അതൊക്കെ. ഇനി പാത്തോജനിസിസ് എന്ന് പറയുന്നത് എന്താ? ഡ്യൂ ടു എക്സ്പോഷർ കാരണം കോർണിയൽ എപ്പിത്തീലിയം ഡ്രൈ ആവും, അങ്ങനെ എപ്പിത്തീലിയം കാസ്റ്റ് ഓഫ് ആയിട്ട് ഇൻഫെക്റ്റീവ് ഓർഗാനിസം വന്ന് ഇൻവേസ് ആവുന്ന പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, സിംറ്റംസ്, ഒക്കുലാർ ഇറിറ്റേഷൻ ഉണ്ടാവും, റെഡ്നെസ്, ഫോറിൻ ബോഡി സെൻസേഷൻ, ബ്ലറിങ്. പിന്നെ സയൻസ് ആയിട്ട് പറയുന്നത് കോർണിയ ഡ്രൈ ആവുന്നു, കോർണിയൽ അൾസറേഷൻ വരുന്നു, പങ്ക്ടേറ്റ് എപ്പിത്തീലിയൽ ഡിഫക്റ്റ്, ലോവർ ലിഡ് ഓഫ് കോർണിയൽ. ട്രീറ്റ്മെന്റ് prophylaxis and artificial tears, frequent installation of artificial tears, installation of ointment, closure of lid by tape during sleep, soft bandage contact lens with frequent installation of artificial tears like methyl cellulose. ഇനി ഡിസീസ് ഓഫ് സ്ക്ലീറ. എപ്പിസ്ക്ലീറൈറ്റിസ് ഉണ്ട്, സ്ക്ലീറൈറ്റിസ് ഉണ്ട്, സ്റ്റെഫൈലോമ ഉണ്ട്. എപ്പിസ്ക്ലീറൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇഡിയോപ്പതിക് ഇൻഫ്ലമേഷൻ ആണ്. ഒരു 20 to 50 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിൽ മോസ്റ്റ് കോമൺലി വുമനിലാണ് കാണാം. സഡൻ ഓൺസെറ്റ്, ട്രാൻസിയന്റ്, ഡേ ടു വീക്ക്. സിംറ്റംസ് മൈൽഡ് പെയിൻ, റെഡ്നെസ്, ഇറിറ്റേഷൻ. മോസ്റ്റ് കോമൺലി സീൻ എക്സ്പോസ്ഡ് ഇന്റർപാൽപബ്രൽ സോൺ ഓഫ് ഐ. 1/3 ബൈലാറ്ററൽ ആണ്. പിന്നെ ബിനൈൻ ഇൻഫ്ലമേഷൻ ഓഫ് എപ്പിസ്ക്ലീറൽ ടിഷ്യൂസ്. യൂഷ്വലി സെൽഫ് ലിമിറ്റഡ് ആണെന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും റെഡി ആയിക്കോളും. കൺസിഡർ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് ഇൻ റിഫ്രാക്ടറി. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷനിൽ ഒന്ന് ഫിനൈലെഫ്രൈൻ ഡ്രോപ്സ് വെക്കുമ്പോൾ മൊബൈൽ വെസൽസ് ബ്ലാഞ്ച് ചെയ്യുന്ന കാണാം. മൊബൈൽ വെസൽസ് ബ്ലാഞ്ച് വിത്ത് ഫിനൈലെഫ്രൈൻ ഡ്രോപ്സ്. പിന്നെ റെഡിഷ് ഹ്യൂ ആയിരിക്കും. പിന്നെ 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറയുന്നത്, ഡിഫ്യൂസും ഉണ്ട്, സിമ്പിൾ ഓർ ഡിഫ്യൂസും ഉണ്ട്, പിന്നെ നോഡുലാറും ഉണ്ട്. സ്ക്ലീറൈറ്റിസ്. സ്ക്ലീറൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് എൻറ്റയർ തിക്നെസ് ഓഫ് സ്ക്ലീറയുടെ എൻറ്റയർ തിക്നെസ് ഇൻഫ്ലെയിം ആവുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ ആണ്. സബ് അക്യൂട്ട് ഓൺസെറ്റ് ആണ്. നമ്മൾ പറഞ്ഞ എപ്പിസ്ക്ലീറൈറ്റിസ് അക്യൂട്ട് ഓൺസെറ്റ് ആണെങ്കിൽ ഇത് സബ് അക്യൂട്ട് ഓൺസെറ്റ് ആണ്. ഇതിന് സിവിയർ പെയിൻ ആണ്, മറ്റേതിന് മൈൽഡ് പെയിൻ ആയിരുന്നു. പിന്നെ പെയിൻ വിത്ത് ഐ മൂവ്മെന്റിന്റെ ഒപ്പം തന്നെ പെയിൻ ഉണ്ട്.
ബ്ലേർഡ് വിഷൻ ആണ്, വിഷൻ ലോസ് ഉണ്ടാവാം, ഫോട്ടോഫോബിയ, ഫേഷ്യൽ പെയിൻ ഓൺ അഫക്റ്റഡ് സൈഡ്, അഡ്ഹറൻ വെസൽസ്. മറ്റത് വെസൽസ് മൊബൈൽ ആയിരുന്നു, ഫിനൈലെപ്രിൻ ഡ്രോപ്പ് വെച്ചിട്ട് ബ്ലാഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് അഡ്ഹറൻ വെസൽസ് ആണ്, ഡസ് നോട്ട് ബ്ലാഞ്ച് വിത്ത് ഫിനൈലെപ്രിൻ ഡ്രോപ്സ്. പിന്നെ എപ്പിനെഫ്രിനിൽ ഇത് എപ്പിസ്ക്ലിറൈറ്റിസിൽ റെഡിഷ് ഹ്യൂ ആയിരുന്നു, ഇവിടെ ബ്ലൂയിഷ് ഹ്യൂ ആണ്. ഇനി സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷനിൽ നമുക്ക് എന്തൊക്കെ കാണാം? നോഡുലാറ്, സ്ക്ലീറൽ തിന്നിങ്, കോർണിയൽ ചേഞ്ച്, സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ, ജോയിന്റ് പെയിൻ. ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് സിസ്റ്റമിക് സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ NSAIDs, ഇഫ് നീഡ് ആന്റിബയോട്ടിക്സും നമ്മൾ കൊടുക്കും. ഓക്കെ, സ്റ്റെഫൈലോമ. സ്റ്റെഫൈലോമ എന്ന് പറയുമ്പോൾ ലോക്കലൈസ്ഡ് ബൾജിങ് ഓഫ് വീക്ക് ആൻഡ് തിൻ ഔട്ടർ ട്യൂണിക് ഓഫ് ഐബോൾ. സ്റ്റെഫൈലോമ എന്ന് പറയുമ്പോൾ ലോക്കലൈസ്ഡ് ബൾജിങ് ഓഫ് വീക്ക് ആൻഡ് തിൻ ഔട്ടർ ട്യൂണിക് ഓഫ് ഐബോൾ. അപ്പോൾ ബൾജിങ് ഓഫ് ഔട്ടർ കോട്ട് ഓഫ് ഐബോൾ ലൈൻഡ് ബൈ യുവിയൽ ടിഷ്യൂ. മെയിൻലി ആന്റീരിയർ ഉണ്ട്, ഇന്റർകാലറി ഉണ്ട്, സീലിയർ ഉണ്ട്, ഇക്വറ്റോറിയൽ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്. ആന്റീരിയർ സ്റ്റെഫൈലോമ ഉണ്ട്, പോസ്റ്റീരിയർ സ്റ്റെഫൈലോമ ഉണ്ട്, സീലിയർ ഉണ്ട്, ഇന്റർകാലറി ഉണ്ട്, ഇക്വറ്റോറിയൽ ഉണ്ട്. ഇതില് ആന്റീരിയർ സ്റ്റെഫൈലോമ എന്ന് പറയുമ്പോൾ ലോക്കലൈസ്ഡ് ബൾജിൻ ആന്റീരിയർലി ബൾജ് ആവാം. ഇന്റർകാലറി എന്ന് പറയുമ്പോൾ ലോക്കലൈസ്ഡ് ബൾജിൻ ലിംബൽ ഏരിയ ലൈൻഡ് ബൈ റൂട്ട് ഓഫ് ഐറിസ്. സിലിയറി എന്ന് പറയുമ്പോൾ സിലിയറി ബോഡി ലൈൻ ചെയ്ത അവിടെ സ്ക്ലീറ വീക്കായി അവിടെ ബൾജ് ആവുന്നത്. ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ ബൾജിൻ സ്ക്ലീറ ലൈൻഡ് ബൈ കൊറോയിഡ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ബൾജ് ഓഫ് വീക്ക് സ്ക്ലീറ ലൈൻഡ് ബൈ കൊറോയിഡ് ബിഹൈൻഡ് ദി ഇക്വേറ്റർ. പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദി ഇക്വേറ്റർ. ഓക്കെ.